നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുക്രൈൻ സംഘർഷത്തിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ പ്രഖ്യാപിച്ചു. എങ്കിലും അത്തരമൊരു വെടിനിർത്തൽ എങ്ങനെ നടപ്പാക്കുമെന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നു. വെടിനിർത്തലിന് സാധ്യമായ പഴുതുകളെയും തന്ത്രപരമായ പോരായ്മകളെയും കുറിച്ച് പുടിൻ മുന്നറിയിപ്പ് നൽകി. 30 ദിവസ വെടിനിർത്തൽ കരാർ സമയത്ത് യുക്രൈൻ അണിനിരക്കുകയോ സൈനികരെ പരിശീലിപ്പിക്കുകയോ ആയുധങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുവേണമെന്നാണ് പുടിൻ പറയുന്നത്. തലസ്ഥാനമായ മോസ്കോയിൽ തന്റെ ബെലാറഷ്യൻ കൗണ്ടർ അലക്സാണ്ടർ ലുകാഷെങ്കോയുമായുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. റഷ്യൻ സൈന്യം ഏകദേശം 2000 കിലോമീറ്റർ മുൻനിരയിലൂടെ മുന്നേറുന്നുണ്ട് എന്നും സൈനിക നടപടികൾ നിർത്തിവെക്കുന്നത് നിലവിലുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് അറിയിച്ചിരിക്കെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വെടിനിർത്തലിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, മാത്രമല്ല അതിലൂടെ ശാശ്വത സമാധാനത്തിലേക്ക് എത്തണമെന്നും കൂടിയാണ് പുടിൻ പറയുന്നത്. 30 ദിവസത്തേക്ക് യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തലിന് റഷ്യ സമ്മതിച്ചു എന്നും വാർത്താസമ്മേളനത്തിൽ പുടിൻ വ്യക്തമാക്കുകയും ചെയ്തു. 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഈ പ്രഖ്യാപനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. താൽക്കാലികമായല്ല, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമാധാനമാണ് റഷ്യ ആഗ്രഹിക്കുന്നതെന്നാണ് പുടിൻ പറയുന്നത്. യുക്രൈനിൽ വെടിനിർത്തൽ എന്ന US നിർദ്ദേശത്തെ റഷ്യ തത്വത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും എന്നാൽ ഏതൊരു വെടിനിർത്തലും സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നും നിരവധി നിർണായക വിശദാംശങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് എന്നും പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യ നടത്തിയ യുക്രൈൻ അധിനിവേശം ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും പരിക്കിനും കാരണമായിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടിയും വന്നു. പട്ടണങ്ങളെല്ലാം തകർന്നു. പതിറ്റാണ്ടുകളിലെ ഏറ്റവും മൂർച്ചയുള്ള ഏറ്റുമുട്ടലിന് ഇത് തുടക്കവുമായി. വ്യക്തത വരുത്തേണ്ട നിരവധി വിഷയങ്ങൾ പുടിൻ ഇപ്പോൾ പട്ടികപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സമാധാന നിർമ്മാതാവായി ഓർമ്മിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് മോസ്കോയും വാഷിംഗ്ടണും ഇപ്പോൾ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന മാരകമായ ഒരു നിഴൽ യുദ്ധമായി ഉയർത്തിക്കാട്ടിയ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ട്രംപ് നടത്തിയിട്ടുണ്ടെന്നും ഈ ശ്രമങ്ങൾക്കെല്ലാം നന്ദിയുണ്ട് എന്നും പുടിൻ പറയുന്നു. യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ US-ന് മുൻപിൽ ഉപാധികൾ അവതരിപ്പിച്ചു. റഷ്യ മുൻപ് US-നും നാറ്റോയ്ക്കും യുക്രൈനും മുന്നിൽ വെച്ച ഉപാധികൾ തന്നെയാണ് റഷ്യ ഇപ്പോഴും ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് സൂചന. നാറ്റോ അംഗത്വം യുക്രൈൻ മറക്കണമെന്നത് അടക്കമുള്ള ആവശ്യമായിരുന്നു റഷ്യ നേരത്തെ മുന്നോട്ട് വെച്ചത്. ഇത് അന്ന് തന്നെ പക്ഷേ യുക്രൈൻ തള്ളിക്കളഞ്ഞതുമാണ്. യുക്രൈന് നാറ്റോ അംഗത്വം നൽകരുത്, വിദേശ സൈന്യത്തെ വിന്യസിക്കില്ല എന്ന് ഉറപ്പ് നൽകണം, ക്രിമിയ അടക്കം 4 പ്രവിശ്യകൾ റഷ്യയുടേതാണെന്ന് അംഗീകരിക്കണം. യുക്രൈൻ നാറ്റോ അംഗത്വത്തിന് ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും റഷ്യ മുൻപ് പറഞ്ഞിരുന്നു. റഷ്യ അംഗീകരിച്ചാൽ വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണെന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന മധ്യസ്ഥ ചർച്ചയ്ക്ക് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയത്. US നിർദ്ദേശം ഞങ്ങൾ അംഗീകരിക്കുകയാണ്, പോസിറ്റീവായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഏതു നീക്കത്തിനും ഞങ്ങൾ തയ്യാറാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ US റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തണം. റഷ്യയും കൂടി വെടിനിർത്തൽ അംഗീകരിച്ചാൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും പറയുന്നു. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ US മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. യുക്രൈനും US-നുമിടയിൽ മികച്ചൊരു ചർച്ച സാധ്യമാക്കിയതിന് ഡൊണാൾഡ് ട്രംപിന് നന്ദി എന്നായിരുന്നു സെലൻസ്കിയും പറഞ്ഞത്. മുൻപ് അമേരിക്ക മുന്നോട്ട് വെച്ച ഉപാധിരഹിത വെടിനിർത്തൽ തള്ളിയ റഷ്യ അത് യുക്രൈന് അനുകൂലമായ നിലപാടാണെന്നാണ് പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ഇരു രാജ്യങ്ങളുടെയും ഭാവി കുറിക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ അംഗീകരിക്കാമെന്നും ഇതിന് തീർപ്പ് വേണമെന്നുമാണ് പുടിൻ പറയുന്നത്. ആദ്യം പുടിൻ വെടിനിർത്തൽ തള്ളിക്കളഞ്ഞതാണ്, പക്ഷേ പിന്നീടാണ് ഇതിന് സമ്മതം മൂളുന്നത്. ട്രംപിന്റെ പ്രതിനിധി റഷ്യയുമായി ചർച്ചകൾ നടത്തുന്നതിന് മോസ്കോയിൽ എത്തിയതിന് പിന്നാലെയാണ് പുടിൻ അനുകൂലമായ നിലപാട് എടുത്തത്. നേരത്തെ തന്നെ യുക്രൈൻ വെടിനിർത്തലിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. ട്രംപ് ഭരണകൂടം നേരത്തെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമവും നടത്തിക്കഴിഞ്ഞിരുന്നു. ഇതേസമയം റഷ്യയുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ ബലൂരസിലേക്ക് മാറ്റിയതും ചർച്ചാ വിഷയമായിട്ടുണ്ട്.
ഇതിനൊപ്പം തന്നെ പോളണ്ട് അവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ അമേരിക്കയിലേക്കും നീക്കിയിട്ടുണ്ട്. റഷ്യയ്ക്ക് ചുറ്റും അമേരിക്കയുടെ നേവൽ ബേസുണ്ട്. അമേരിക്ക ഇടപെട്ട് യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറും. അമേരിക്ക റഷ്യക്കെതിരെ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ റഷ്യ വെടിനിർത്തലിന് തയ്യാറാകാനാണ് സാധ്യത എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നാറ്റോയുടെ ആയുധങ്ങളെ നിശ്ശേഷം തകർക്കുന്ന ആയുധം ലാൻസെറ്റ് എയ്റോ ഇന്ത്യയിൽ റഷ്യ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2022 യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയ ആയുധം ഏതെന്ന് ചോദിച്ചാൽ അത് ലാൻസെറ്റ് തന്നെയാണെന്ന് പറയാവുന്നതാണ്. സഞ്ചരിക്കുന്ന ടാങ്കുകൾ പോലെയുള്ള ലക്ഷ്യങ്ങൾ വരെ കൃത്യമായി ആക്രമിച്ച് തകർക്കാൻ ലാൻസെറ്റിനാകും. ലാൻസെറ്റിന്റെ ഭാഗമായുള്ള നിരീക്ഷണ ഡ്രോണാണ് ആക്രമിക്കാനുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. ലക്ഷ്യങ്ങൾ നിർണയിച്ചു കഴിഞ്ഞാൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പറന്നുവരുന്ന 51E, 52E എന്നീ ലോയിറ്ററിംഗ് മ്യൂണിഷൻ അഥവാ കാമിക്കസെ ഡ്രോണുകൾ ഇവയിലേക്ക് ഇടിച്ചു കയറ്റും. ലക്ഷ്യത്തിലേക്ക് ഇവ പറന്നു വരുന്നതിനേക്കാൾ 1.5 ഇരട്ടി വേഗതയിലാണ് ഇടിച്ചു കയറുക. ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുടെ പ്രതിരോധത്തെ പോലും മറികടക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് അവകാശവാദം. മെയിൻ ബാറ്റിൽ ടാങ്കുകളുടെ അതിശക്തമായ കവചങ്ങളെപ്പോലും തുളഞ്ഞുകയറി സ്ഫോടനം നടത്താനുള്ള കഴിവാണ് ലാൻസെറ്റിനെ വ്യത്യസ്തമാക്കിയതും. 30 സെന്റിമീറ്റർ ആഴത്തിൽ വരെ ഇവയ്ക്ക് തുളഞ്ഞുകയറാൻ സാധിക്കും. വളരെ താഴ്ന്നു പറക്കുന്നതിനാൽ ഇവയെ മിക്കപ്പോഴും റഡാറുകൾക്ക് തിരിച്ചറിയാനും സാധിക്കാറില്ല. പരമാവധി 80 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളാണ് ഇവയുപയോഗിച്ച് ആക്രമിക്കുക. അതിനാൽ തന്നെ വളരെ ചെറിയ ദൂരത്തിൽ നിന്ന് അതിവേഗത്തിലെത്തുന്ന ഇവയെ കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള സമയം പലപ്പോഴും യുക്രൈൻ സേനയ്ക്ക് ലഭിക്കാറുമില്ല. അപൂർവം ചില ലാൻസെറ്റ് ഡ്രോണുകൾ വെടിവെച്ചിടാൻ യുക്രൈൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിലും അവ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നോക്കിയാൽ റഷ്യയ്ക്ക് ഇതെന്തുകൊണ്ടും ലാഭം തന്നെയാണ്. ഏതായാലും അമേരിക്ക മുന്നോട്ട് വച്ച 30 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്നാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത്. വെടിനിർത്തൽ പദ്ധതിയിലെ ചില നിർദ്ദേശങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നും ഇക്കാര്യം അമേരിക്കയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. US ശുപാർശകൾ അംഗീകരിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെ റഷ്യയും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തതോടെ യുക്രൈൻ സമാധാനത്തിന് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. തുടർ ചർച്ചയ്ക്ക് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ട്രംപിന് പുടിൻ നന്ദിയും പറഞ്ഞു. സമാധാനത്തിനായി ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ എന്നീ രാഷ്ട്ര നേതാക്കൾ നൽകുന്ന പിന്തുണയ്ക്കും മോസ്കോയിൽ വാർത്താസമ്മേളനത്തിൽ പുടിൻ നന്ദി അറിയിച്ചിരുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.